വരുന്നതിന്റെ പിന്നത്തെ വ്യാഴാഴ്ചയാണ് ഞാൻ ഇന്ത്യയിൽ പോകുന്നത്. അപ്പൊ ഇന്ന് 13-ാം അധ്യായം എടുത്തിട്ട് ദൈവം അനുവദിച്ച വരുന്ന ആഴ്ച 13-ാം അധ്യായത്തിനുള്ള ബന്ധത്തില് ഇപ്പോഴത്തെ ആധുനിക കണ്ടുപിടുത്തങ്ങള് 666 ഇപ്പോഴും അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളെ കുറിച്ചുള്ള വരുന്ന ആഴ്ച ദൈവം അനുവദിച്ചാൽ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാട്ടിൽ നിന്ന് ദൈവം അനുവദിച്ച് മടങ്ങി വരുന്ന സമയത്ത് അതിനുശേഷം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ പഠിത്തം പിന്നെ തുടരുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴ് 13-ാം അധ്യായം 13-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിൻ്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യൻ ആർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. വൻപും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിലും വംശത്തിലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്ന ഇപ്പൊ അത് മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 വരെ മതി. താങ്ക് യു വെരി മച്ച്. ഈ 12-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തില് അവസാനത്തെ അവൻ കടൽപ്പുറത്ത് മണൽമേൽ നിന്നു, അവൻ അന്തിക്രിസ്തു അവിടെ നിന്നതായിട്ടാണ് കാണുന്നത്. അതിനുശേഷമാണ് ഈ 13-ാം അധ്യായത്തിലെ കാണുന്നത്. ഇവിടെ ഏത് ക്രിസ്തുവും കള്ളപ്രവാചകനുമാണ് ഈ 13-ാം അധ്യായത്തിലെ കഥാപാത്രങ്ങൾ. ലോകചരിത്രം പരിശോധിച്ചാൽ സാമ്പത്തിക ക്രമസമാധാനം തകരുമ്പോൾ ഏകാധിപതികൾ ഭരണം ഏറ്റെടുക്കും. ലോകചരിത്രത്തിൽ നോക്കിയാൽ എവിടെയും കാണാം. ഈ ലോകചരിത്രം ക്രോണോളജിക്കലി പഠിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഇന്നത്തെ എല്ലാ പ്രശ്നത്തിനും നമുക്ക് ആൻസർ മിക്കവാറും കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. 1930-കളില് ജർമ്മനിയിലെ സാമ്പത്തിക തകർച്ച മൂലം ഹിറ്റ്ലർ അധികാരത്തിൽ വന്നു. അത് വലിയ വാഗ്മിയായ ഹിറ്റ്ലർ ജനതയില് ദേശസ്നേഹം കുത്തിവെച്ചു. റോമൻ സാമ്രാജ്യം പുനർജീവിപ്പിച്ച് ജർമ്മനി ലോകത്തെ ഭരിക്കും എന്ന് ഹിറ്റ്ലർ പ്രഖ്യാപിച്ചു. എന്നാൽ അത്ഭുതം പറഞ്ഞ ക്രിസ്ത്യാനികളും കത്തോലിക്ക സഭയും ഈവൻ പ്രൊട്ടസ്റ്റന്റുകാരും ഒക്കെ ഹിറ്റ്ലറിനെ സപ്പോർട്ട് ചെയ്തു. ചരിത്രത്തിൽ നിന്ന് നാം ഒന്നും പഠിക്കുന്നില്ല എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ മഹോദരകാലം അന്നത്തെ പീഡനം ഈ ഹിറ്റ്ലറിന്റെ വെച്ച് നോക്കുമ്പോൾ ഒരു കുട്ടിക്കളിയായിട്ട് തന്നെ തോന്നുകയുള്ളൂ. അതുപോലെയുള്ള മഹാപീഡനമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അന്തിക്രിസ്തു ബൈബിളിൽ വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നു. ബാബിലോൺ രാജാവ് യെശയ്യാ 14:4 പറയുന്നുണ്ട്. ചെറിയ കൊമ്പ് ദാനിയേൽ 7:8 അധ്യായത്തിന്റെ 9 ചെറിയ കൊമ്പ് എന്ന് പറയുന്നു. നാശയോഗ്യൻ 2 അത് കാണും. ഏത് ക്രിസ്തു 1 യോഹന്നാൻ 2:18 അത് കാണാം. മൃഗം ഇപ്പൊ നമ്മളിപ്പോ കുഞ്ഞോള് വായിച്ച 13 വാക്യത്തില് ആ മൃഗം അവനെ വിളിച്ചിരിക്കില്ല. മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും മനുഷ്യൻ തന്നെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ മനുഷ്യസ്നേഹിയായിരിക്കും അന്തിക്രിസ്തു. അപ്പം നമുക്ക് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കാൻ യാതൊരു പ്രശ്നവുമില്ല എന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കും. പാപനിമിത്തം മനുഷ്യൻ നാശത്തിന്റെ വക്കിലാണെന്ന സത്യം അവൻ അംഗീകരിക്കുകയില്ല.
ഈ കാലത്തെ പ്രോഗ്രസീവ് എന്ന് പറയുന്നവർ, ഇന്നിപ്പോഴത്തെ പ്രോഗ്രസീവ് അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടികൾ, അവർ യഥാർത്ഥത്തിൽ നാസികളാണ്. അവർ പറയുന്നത് ഗവൺമെന്റിനെല്ലാം ശരിയാം, നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഗവൺമെന്റ് ഇടപെട്ടാൽ പ്രശ്നം പരിഹരിക്കാമെന്നാണ് അവർ പ്രസ്താവിക്കുന്നത്. കമ്മ്യൂണിസത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. എന്നാൽ മനുഷ്യന് നമ്മൾ അധപ്പതിച്ചവരാണ്, നമ്മൾ നന്മ ഒന്നുമില്ല, ദൈവത്തിൽ ആശ്രയിച്ച് മാത്രമേ ശാശ്വത പരിഹാരം കാണുമെന്ന് നമ്മൾ വചനം പഠിക്കുമ്പോൾ മനസ്സിലാകും. ഇത് ക്രിസ്തുവിനെ ബൈബിൾ സംബോധന ചെയ്യുന്ന എന്നാണ്. കാരണം എന്താ എന്ന് മൃഗമെന്ന് പറയുന്നത്, അവൻ ക്രൂരനും വികാരങ്ങളില്ലാത്ത കഠിനനായ ഒരു സ്വച്ഛാധിപതിയും ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ മൃഗം കടലിൽ നിന്ന് കയറി വരുന്നത്? വെളിപ്പാട് 17:15 ഒന്ന് വായിക്കുക ആരെങ്കിലും. വെളിപ്പാട് 17:15. നീ കണ്ട വെള്ളം വംശങ്ങളും പുരുഷങ്ങളും സ്വാധീനങ്ങളും. ഓക്കെ, നീ കണ്ട ഈ മൃഗം, പിന്നെ നീ കണ്ട വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. താങ്ക് യു. വിശുദ്ധ ബൈബിളിലെ വെള്ളം എന്ന ഉപയോഗം ലോകത്തിലെ സമാധാനമില്ലാത്ത രാജ്യങ്ങളെയാണ് കാണിക്കുന്നത്. ഏഷ്യാ പ്രവചനം 57:20 അതുകൂടെ ഒന്ന് വെച്ചാട്ടെ. ഏഷ്യാ പ്രവചനം 57:20 57:20. ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെ ആവുന്നു, അതിന് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല, അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ഇത് ഈ അന്തുവിനെയാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഇത് ക്രിസ്തുവിന്റെ വ്യക്തിപരമായ വിശേഷങ്ങൾ കൊണ്ടുമാണ് ഈ ലോകത്തിലെ അവസാന ഭരണാധികാരി അന്തിക്രിസ്തു ശക്തിയിലും അധികാരത്തിലും അസാമാന്യനായ ഒരു മനുഷ്യനായിരിക്കും. വ്യക്തിപരമായി അതിശക്തനും ആകർഷണീയനും വശീകരണ ശക്തിയുമുള്ളവനാണ്. അലങ്കാര ഭാഷയിൽ അവൻ തീ പോലെ ചുവപ്പും നിറവും, നമ്മൾ വായിക്കാറുണ്ട് നേരത്തെ, അവൻ തീ പോലെ 7 തലയും കൊമ്പും തലയിൽ കീഴങ്ങളും ഉള്ളവനാണെന്ന് പറ്റി പറയുന്നുണ്ട്. അപ്പം ഈ ചൊവ്വ എന്ന് പറയുന്നത് ഇന്ന് ആദാമിനെയാണ് ദൈവം സൃഷ്ടിച്ചത് നേരിട്ട്. അത് കഴിഞ്ഞാല് ഇന്ന് ലോകത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പുരുഷന്മാരെക്കാളും ഏറ്റവും വശീകരണമുള്ളവനും കാണാൻ സുന്ദരനും ആര് കണ്ടാലും ആകർഷിക്കപ്പെടുന്ന ശബ്ദവും കംപ്ലീറ്റ് പേഴ്സണാലിറ്റി അങ്ങനെയുള്ള ഏറ്റവും ഉടനെ അവനെ കാണുമ്പോൾ രാജ്യങ്ങളെല്ലാം രാജാക്കന്മാര് ഭരണം അവന് അതുപോലെ കൊടുക്കും. അതുപോലെ വശീകരണമുള്ളതാണ്, വലിയ ഭാഗ്യമായിരിക്കും. ഈ 10 കൊമ്പുകൾ ഇതിനെ കാണിക്കുന്നു. വചനത്തിലെ അലങ്കാരിക ഭാഷയിൽ കൊമ്പുകൾ അധികാരത്തെയും ശക്തിയെയും കാണിക്കുന്നു. ഈ 10 കൊമ്പ് മഹോദര കാലത്ത് മൃഗം ഭരിക്കുമ്പോൾ പിന്തുണയ്ക്കുന്ന 10 രാഷ്ട്രങ്ങളെ കാണിക്കുന്നു. ഇപ്പം 10 രാഷ്ട്രങ്ങളെ യൂറോപ്യൻ യൂണിയന് ഒക്കെ ആണെന്നാണ് പറയപ്പെടുന്നത്. ഗ്രീക്ക് അതിന്റെ അതിർത്തിയിലുള്ള രാജ്യമായിരിക്കും വരുന്നത്. എന്നാൽ ഇപ്പോഴും യൂറോപ്യൻ യൂണിയൻ 30 രാജ്യങ്ങളുണ്ട്. എന്നാൽ അവസാനം സോവിയറ്റ് യൂണിയൻ തകർന്ന് ഓർക്കുന്നുണ്ടല്ലോ, 91 ഓർമ്മയുണ്ടല്ലോ. പെട്ടെന്ന് ഏതാനും ആഴ്ചകളും മാസങ്ങളും കൊണ്ടാണ് എല്ലാം വ്യത്യാസമായി സോവിയറ്റ് യൂണിയൻ തകർന്ന് 15 രാജ്യങ്ങളായിട്ട് തിരിഞ്ഞത്. അതുപോലെ അവിടെ വ്യത്യാസങ്ങളായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യാസം വന്ന് 10 രാഷ്ട്രങ്ങളെ കൊണ്ടുള്ള 3 ഘടകങ്ങളായിരിക്കും അവിടെ ഉള്ളത്. അപ്പൊ നമുക്കതൊന്നും അറിഞ്ഞുകൂടെ, വരുന്ന സമയത്തെ അറിയത്തുള്ളൂ. ദാനിയേൽ 7-8 അധ്യായങ്ങളില് ഇത് വിവരിക്കുന്നത്. ഇത് ക്രിസ്തുവിനും കാണുമ്പോൾ അവനെ പുള്ളിപ്പുലിയെ പോലെയും കാലുകൾ കരടിയുടെ കാലുകൾ പോലെയും സിംഹത്തിന്റെ വായുള്ള ജീവിയെ അല്ല നമ്മളിവിടെ കാണുന്നത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ലോക ചരിത്രത്തിൽ ഇതുവരെ പ്രത്യക്ഷപ്പെടാത്ത ഒരുവനെയാണ് ലോകം കാണുന്നത്. അല്ല മൃഗത്തെ നമ്മൾ പുള്ളിപ്പുലി നോക്കി അലങ്കാരിക ഭാഷയെ പറയുന്നേ ഉള്ളൂ, കരടി അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അതുപോലുള്ള ക്രൂരത നിറഞ്ഞവനാണ് അവൻ. ഏറ്റവും വശീകരണ ശക്തിയോടും ഏറ്റവും ഒളി വിതറുന്നവനായും കാന്തിക ശക്തി പോലെ ശക്തിയുള്ളവനായും പ്രത്യക്ഷപ്പെടും. കാന്തത്തെ പോലെ ശക്തി ഉള്ള ആളാണ്. ലോക ചരിത്രം ഉടനീളം പരിശോധിച്ചാലും ഇവനെ പോലെ എല്ലാ കാര്യത്തിലും ശോഭിക്കുന്ന ഒരാളെ കാണുകയില്ല. സാത്താൻ അവന് സിംഹാസനവും ശക്തിയും അധികാരവും നൽകും. മൃഗത്തിന് തുല്യനായി ആരുമില്ല, ഈ അന്ത്യക്രിസ്തുവിന് തുല്യമായിട്ട് ആരുമില്ല. ലോകാധിപതികൾ സന്തോഷത്തോടെ അവരുടെ അധികാരങ്ങൾ അവന് കൈമാറും. യോഹന്നാൻ പറയുന്നു, അവൻ പ്രക്ഷുബ്ധമായ കടൽക്കരയിലെ മണലിൽ നിൽക്കും. അവിടെ 12-ാം അധ്യായത്തിന്റെ അവസാനം ഞാനത് ആദ്യം തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ. ലോകത്തെ
അരാജകത്വം അത് കാണിക്കുന്നു. ശൂന്യതയിൽ നിന്ന് അവൻ കടന്ന് വന്ന് രക്ഷകനായിട്ട് തീരും. അരക്ഷാവസ്ഥയിലാണ്, വിപ്ലവത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ വലിയ കൊടുങ്കാറ്റും വലിയ പ്രശ്നമുള്ളപ്പോഴാണ് കൂളൊക്കെ നിറഞ്ഞ കാലത്തില് പ്രബലനായ ഈ രാജാവ് എഴുന്നേറ്റ് വരും. അതാണ് വെളിപ്പാട് 6 ആദ്യ മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മളത് പഠിച്ചതാണ്. 17-ാം അധ്യായത്തിൽ പറയുന്നത്, ആദ്യ മുദ്ര പൊട്ടിച്ചപ്പോൾ ഈ 10 രാജാക്കന്മാര് സ്വമതയാ ഏക മനസ്സോടെ അവരുടെ അധികാരവും ശക്തിയും അവനെന്ന് പറയാൻ ക്രിസ്തുവിന് കൊടുക്കും. 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ക്രിസ്തു വെളിപ്പെടും. അപ്പൊ വെളിപ്പാട് 6-ാം അധ്യായത്തിലാണ് നമ്മൾ പഠിച്ചത്. 1-ാമത്തെ കുതിരയില് അവന് ഏത് കുതിരപ്പുറത്താണ് വരുന്നത്? ആ കുതിരയുടെ കളർ എന്നായിരുന്നു, ഓർമ്മയുണ്ടോ? വെള്ളക്കുതിരയല്ലേ? വെള്ളക്കുതിര. അതിന്റെ അർത്ഥം സമാധാനത്തോടെ അവർ ഈ സൈനിക വിപ്ലവം ഒന്നും ഉണ്ടായിട്ടല്ല. ഈ ഹിറ്റ്ലർ വന്നതും സൈനിക വിപ്ലവം കൊണ്ടല്ല. വലിയ ജനങ്ങളെ, അവിടെ ജർമ്മനിയിലെ അരാജകത്വം കൊണ്ട് ജനങ്ങളെ രക്ഷിക്കാമെന്നും പറഞ്ഞ് വലിയ കരഞ്ഞുകൊണ്ട് പ്രസംഗിച്ച് ആൾക്കാരെ വശപ്പെടുത്തിയാണ് വന്നത്. അതുകൊണ്ടാണ് അവിടെ 6-ാം അധ്യായത്തിൽ കാണുന്ന വെള്ളക്കുതിരപ്പുറത്താണ് അവൻ വരുന്നത്. സമാധാനത്തോടെ ആണ് വരുന്നത്, അല്ലാതെ സൈനിക വിപ്ലവത്തോടെ ആൾക്കാരെ കൊന്നിട്ടൊന്നും അല്ല വരുന്നത്. നല്ലവനായിട്ട് ഒരു വെളുത്ത കുതിരപ്പുറത്ത് അമ്പില്ലാതെയാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ പഠിച്ചത്. ഒരു വില്ലുമായി ഓടിച്ചു വരുന്ന അവൻ വിജയിക്കുന്നവനായി വരുമെങ്കിലും രക്തരഹിത പോരാളിയായിരിക്കും. യുദ്ധവും പോരാട്ടവും ചെയ്ത് ചെറുത്ത് നിൽപ്പും ഉണ്ടാകുകയില്ല. അവൻ വരുമ്പോൾ അതിനെതിരായിട്ട് ആരും തന്നെ ഒന്നും എതിർക്കാൻ പോകുന്നില്ല. ലോകത്തിന് ക്രമസമാധാനം ഉണ്ടാക്കുവാൻ മനസ്സോടെ അവനെ സ്വീകരിക്കും. മറ്റൊരു സ്ഥലത്ത് വെളിപ്പാട് 17:8 യോഹന്നാൻ പറയുന്നത്, മൃഗം അഗാധത്തിൽ നിന്ന് കയറി വരുന്നു എന്നാണ്. ഇളകി മറിഞ്ഞ സമുദ്രത്തിൽ നിന്ന് അവൻ കയറി വരുന്നു എന്നത് അവന്റെ രാഷ്ട്രീയ ഉത്ഭവത്തെ അവിടെ കാണിക്കുന്നു. അപ്പോൾ വേറെ സംഗതി, അവന് അരാജകത്തിൽ നിന്നും ആണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അഗാധത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ കുറിച്ച് യോഹന്നാൻ പറയുമ്പോൾ മൃഗത്തിന്റെ യഥാർത്ഥ അനുഭവത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ മൃഗം പൈശാചികനും നാശോഗ്യനും. മൃഗം എന്ന് പറയുന്നത് ആക്ച്വലി ആ മൃഗത്തെ പോലുള്ള ആ സ്വഭാവമാണ്. അതുകൊണ്ട് ആ നല്ല പേരാണ് കൊടുത്തിരിക്കുന്നത്. അവൻ പുള്ളിപ്പുലിക്കും കരടിക്കും സിംഹത്തിനും സദൃശ്യമായ ഘോരമൃഗമാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. യോഹന്നാന്റെ 5:43 വാക്യത്തിലാണ് യേശുക്രിസ്തു അവിടെ പറയുന്നത്. ഇവിടെ ഭാവിയിൽ വെളിപ്പെടുവാൻ പോകുന്ന സാത്താന്റെ മശിഹായെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സിംഹം, കരടി, പുള്ളി ഇവയെക്കുറിച്ചുള്ള ദാനിയേലിന്റെ ദർശനത്തിലും ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതിൽ സിംഹം ബാബിലോണിയ സാമ്രാജ്യത്തെയും മേദപാർസ്യ കരടിയും പുള്ളി ഗ്രീക്ക് സാമ്രാജ്യത്തെയും കാണിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന മൃഗത്തിന് 3 സാമ്രാജ്യങ്ങളുടെയും സ്വഭാവം സവിശേഷതകൾ ഉണ്ടായിരിക്കും. ആദ്യത്തെ ഈ 4 സാമ്രാജ്യമാണ് ലോകത്തുള്ളത്. ഈ അവസാനത്തെ സാമ്രാജ്യത്തിന് 3 സാമ്രാജ്യത്തിന്റെയും സ്വഭാവം ഉണ്ടായിരിക്കും. മിക്സഡ്, ഹൈബ്രിഡ് ആയിരിക്കും. അവർ മൃഗങ്ങളുടെ അധിപതിനും ഒടുക്കത്തവരെ സകല സീസർമാരെക്കാളും ദുഷ്ടനുമായിരിക്കും. അവസാനത്തെ ജാതികളുടെ രാജാവാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആദ്യത്തെ ജാതികളുടെ രാജാവ് ആരായിരുന്നു? ലോകരാജാവ് ആരായിരുന്നു? ആർക്കിൽ ഓർമ്മ? ആദ്യ ലോകരാജാവ്, ജാതീയ രാജാവ്. അന്ന് മുതലാണ് യെരുശലേം ആയത്, ജാതികളുടെ കയ്യിലായത്. നെബൂഖദ്നേസർ, അതാണ് ലോകത്തിലെ ആദ്യത്തെ രാജാവാണ്. ഇവനാണ് അവസാനത്തെ രാജാവ്. ജാതിയുടെ രാജാവായിരിക്കും. പുള്ളിപ്പുലിയുടെ ദേഹം പുള്ളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടെ ഈ യെരമ്യാ പ്രവചനം 13:21 വായിച്ചേ. യെരമ്യാ 13:23. കൂശ്യനും തന്റെ തൊക്കും പുലിക്ക് തന്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും. യഹൂദയുടെ പാപങ്ങളുടെ കാഠിന്യത്തെ കുറിക്കുവാനാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും മാറുകയില്ല. കൂശ്യന് അപ്പൊ ഇത് പറഞ്ഞപ്പോഴേ ഇതിനുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഞാൻ വേറൊരു കഥ പറയാം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് നിങ്ങൾക്ക് സഹായിക്കുമെന്ന് എനിക്കറിയാം. ഇത് ഈ പ്രവചനവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. പിന്നെ ഈ ലോക ചരിത്രം പഠിച്ച് ഇപ്പം നമ്മൾ വളരെ, ഇപ്പൊ ഒരു കത്തോലിക്കന് അല്ലെങ്കിൽ വേറൊരു മുസ്ലിമാണെന്ന് പറയാം, നമ്മൾ
സ്നേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ അയൽവക്കത്തുകാരും എല്ലാം നമ്മൾ കയറി ഇറങ്ങി വളരെ നൈസ് അല്ലേ. എന്നാൽ ബൈബിളിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. സഹിഷ്ണുത, ടോളറൻസ് എല്ലാം ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാ 300 കൊല്ലത്തിന് ശേഷം പ്രത്യേകിച്ച് റോമൻ കത്തോലിക്കരും എല്ലാം ആൾക്കാരെ പീഡിപ്പിച്ച് കൊന്നത്? ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്ത് വൈക്ലിഫിനെ തീ വെച്ച് കൊന്നു, ജോൺ ഹസിനെ കൊന്നു, പീഡിപ്പിച്ചു. പിന്നെ മാർട്ടിൻ ലൂതറിന്റെ രീതിയിൽ പ്രൊട്ടസ്റ്റന്റ് ഉണ്ടായി. അവരും അതുപോലെ തന്നെ ക്രൂരത കാണിച്ചവരാണ്. ബാപ്റ്റിസ്റ്റുകാരെ സ്ഥാനപ്പെട്ടവരെയൊക്കെ കൊല്ലുക, നാട് കടത്തുകയൊക്കെ ചെയ്തു. മാർട്ടിൻ ലൂതറിൽ നിന്നാണ് ഹിറ്റ്ലർക്ക് പ്രചോദനം കിട്ടിയത്. യഹൂദ വിരോധിയായിരുന്നു മാർട്ടിൻ ലൂതർ. ഇപ്പം കാൽവിനും സർവസ്റ്റിസിനെ കൊല്ലിക്കുന്നതിൽ പുള്ളി അതിന് ഉത്തേജനം നൽകിയതിൽ കാൽവിൻ അല്ല ചെയ്തെങ്കിലും കാൽവിന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പം ഈ ബൈബിളിൽ ഒരു വ്യത്യാസവുമില്ല. എന്നാൽ ബൈബിൾ അന്നും ഇന്നും വിശ്വാസികള് അത് ശരിക്കും ബൈബിൾ പാലിച്ചില്ല എന്നുള്ളത് ഇന്നും അത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാണ്. അവിടെ ഈ കേരളത്തിലുണ്ടല്ലോ ജാതി വ്യത്യാസങ്ങളൊക്കെ. ഈ കേരളത്തിലെ ഈ മാരേജിന്റെ ഒക്കെ പരസ്യം നോക്കിയാൽ വീറ്റിഷ് കളർ, നമുക്ക് കറുത്ത ആൾക്കാരുടെ വലിയൊരു ഇതില്ല. അവർ കണ്ടുപോകാൻ കറുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കമന്റ് നമ്മൾ ദൈവമക്കളാണെങ്കിലും അതെല്ലാം പറയാറുണ്ട്. പക്ഷെ ഉള്ളിലെ കറുപ്പാണ് യേശുക്രിസ്തു നോക്കുന്നത്. അകം വെളുത്തിരുന്നാലും പുറം എങ്ങിരുന്നാലും ഒരു കുഴപ്പമില്ല. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഉപദേശിമാരാണെന്ന് പറഞ്ഞാലും പഴയ കാലത്തെ നമ്മുടെ ചെറുപ്പകാലത്തെ ഉപദേശിമാരും വളരെ കഠിനന്മാരായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് സഭയിൽ 2 പേര് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് വായിക്കുന്നത് അവന്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ, അവന്റെ സന്തതിയെ സിംഹം പിടിച്ചു പോകട്ടെ. ബൈബിൾ എടുത്താണ് ഘോഷിക്കുന്നത്. അതുപോലെ കേരളത്തിലെ വലിയ 2 മർത്തോമായിലെ പ്രസംഗരായിരുന്നു മാമൻ ഉപദേശിയും കൊച്ചുകുഞ്ഞ് ഉപദേശിയും. കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ കാലിന് ചട്ടുണ്ടായിരുന്നു, നല്ല ഇതുമില്ലായിരുന്നു. അപ്പൊ ഇവർ നമ്മൾ വലിയ ശത്രുക്കളാ. അപ്പൊ ആരോ അറിയാതെ ഇവരെ 2 പേരും കൺവെൻഷന് വിളിച്ചു. അപ്പൊ മാമൻ ഉപദേശി അന്നേരം കുഞ്ഞപ്പി ഉപദേശി ആദ്യം പ്രസംഗിക്കുന്നത്. അന്നേരം എന്തുവാ പ്രസംഗിക്കുന്നത്? അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ ഉണ്ടാക്കുക. കുഞ്ഞപ്പി ഈ മാമൻ എന്ന് പറയുന്നത് എല്ലാം കൊളറാത്തന്മാരാണ്. അവരൊക്കെ അനീതിയുള്ളവനാ മാമൻ എന്ന് പറയുന്നത്. അപ്പൊ മാമൻ ഉപദേശിയെ കുറിച്ചാണ് പുള്ളി കുഞ്ഞപ്പി ഉപദേശി ആ നിലയില് വളരെ മോശമായിട്ട് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുഞ്ഞപ്പി ഉപദേശിയുടെ പ്രസംഗം കഴിഞ്ഞ് മാമൻ ഉപദേശിയുടെ ആയിരുന്നു പ്രസംഗം. അന്നേരം ഇത് റോമാലേഖനം 10:15 മാമൻ ഉപദേശി പറഞ്ഞു, എടാ നന്മ സൂക്ഷിക്കുന്നവരുടെ കാലം എത്രയോ മനോഹരം. ഓരോരുത്തരുടെ കാലം നോക്കിയാൽ മതി അവൻ നല്ലവനാണോ കൊള്ളരാത്തവനാണോ എന്നുള്ളത്. അപ്പൊ കുഞ്ഞപ്പി ഉപദേശിയുടെ കാല് ഇതായിരുന്നു. അത് കുത്തിപ്രസംഗമാ എന്ന് പറഞ്ഞ പോലെ. അപ്പം ഈ കുഞ്ഞപ്പി ഉപദേശി പ്രസംഗിച്ച മീറ്റിങ്ങില് ഈ വേട്ടമല ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ഉപദേശിയോട്, പുള്ളി ദളിത വർഗത്തിൽപ്പെട്ടവനായിരുന്നു. അല്ല, അപ്പൊ ഈ വാക്യം യെരമ്യാ കൂശന്റെ നിറം മാറ്റാൻ ഒക്കുമോ? എന്നിട്ട് നിങ്ങൾ കൂശിനെ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ഈ വേട്ടമല ഫിലിപ്പോസ് ഉപദേശി മുന്നിലായിരിക്കുന്നത്. പുള്ളി ഒരു പാട്ട് എഴുതുകാരനാ. പുള്ളിയെ കാണിച്ച് ഇവനെ പോലെ ഇരിക്കും എന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ ആ നിലയിൽ വന്നാലേ. അപ്പൊ ആ പാട്ട് പ്രസംഗം കഴിഞ്ഞ ഉടനെ പിന്നെ വേട്ടമല ഫിലിപ്പോസ് ഉപദേശി എഴുന്നേറ്റ് ഒരു പാട്ട് പാടി. പല കഥകളുണ്ട്, പിന്നെ പല വേർഷൻ കഥകൾ വരും. ഞാൻ കേട്ട വേർഷനാ പറയുന്നത്. പലതും പിന്നെ ആൾക്കാർ പൊലിപ്പിച്ചൊക്കെ പറയും. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രൊഫൈൽ കാന്തിയാൽ ഇരുൾ നിറം മാറിയിടുമേ. വേട്ടമല ഉപദേശി പാടുകയാണ് ഫിലിപ്പോസ് ഉപദേശി. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രൊഫൈൽ കാന്തിയാൽ ഇരുൾ നിറം മാറിടുമേ. പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. അപ്പൊ ആ പാട്ട് വളരെ പ്രസിദ്ധമായി. അദ്ദേഹം ഞാൻ കേട്ട കഥ ഇതാണ്. കൊച്ചുഞ്ഞുപദേശി അല്ല, ഞാൻ കുഞ്ഞപ്പി ഉപദേശി എന്ന് പറഞ്ഞെങ്കിൽ അത് തെറ്റ. കുഞ്ഞപ്പി ഉപദേശി കുഞ്ഞപ്പി ഉപദേശി വന്ന് പിന്നെ മുമ്പേ പറഞ്ഞു മാമൻ ഉപദേശിയും കുഞ്ഞപ്പി ഉപദേശിയുമാ മുമ്പേ പറഞ്ഞ കഥയിലും. അപ്പൊ ഞാൻ കൊച്ചുപദേശി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പിന്നെ ഞാൻ അറിയാതെ പിന്നെ സ്ലിപ്പ് ഓഫ് ദി ടങ് ആയിരിക്കും. കുഞ്ഞപ്പി ഉപദേശിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മാമൻ ഉപദേശി, കുഞ്ഞപ്പി ഉപദേശി. ഇവിടെയും കുഞ്ഞപ്പി ഉപദേശിയാണ് പിന്നെ അദ്ദേഹം. പിന്നെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചതായിട്ടാണ് ഞാൻ കഥ മറന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മള് ആൾക്കാരെ നീളവും മണ്ണവും കളറും ഒന്നും നോക്കിയല്ല നമ്മൾ ചെയ്യേണ്ടത്. സ്വഭാവത്തിലാണ് നമ്മുടെ റിയൽ അത് ഈ പാട്ട് വേണേ ഞാൻ ആവശ്യം ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യാം ഇത് വെബ്സൈറ്റിൽ. അത് ഇടയ്ക്ക് ഞാനതൊന്ന് ഇൻസേർട്ട് ചെയ്യുന്നേ ഉള്ളൂ.
ഈ മൃഗത്തിന്റെ ശരീരം പുള്ളി കൊണ്ട് നിറഞ്ഞിരിക്കും. ഇത് ഇവന്റെ ക്രൂരതയും ദുഷ്ടതയും ഉള്ള എടുത്തു കാണിക്കുന്നു. ഇനി യേശുക്രിസ്തുവിനെ നോക്കുക. അവൻ പുള്ളിപ്പുലിയല്ല, അവൻ നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. 1 പത്രോസ് 1:18 വായിച്ചേ. 1 പത്രോസ് 1:18. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, അടുത്ത വാക്യം, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നു. അതാണ് ക്രിസ്തുവും അവനും തമ്മിലുള്ള കമ്പാരിസൺ. അതാണ് കുഞ്ഞാട്. സാത്താന് പുള്ളികൾ നിറഞ്ഞ പുലിയും ദൈവത്തിന് ഒരു പുള്ളിയും ഊനവും ഇല്ലാത്ത കുഞ്ഞാടുമുണ്ട്. അതാണ് ഊനമില്ലാത്ത കുഞ്ഞാടാണ് ദൈവത്തിന്റെ കുഞ്ഞാട്, കർത്താവായ യേശു ക്രിസ്തു. മൃഗം ഒരു യഥാർത്ഥ വ്യക്തിത്വം മാത്രമല്ല, അവനൊരു പ്രതിനിധി കൂടിയാണ്. ഈ ഒരു രാജ്യത്തിന്റെ നേതൃത്വം അതിന്റെ സ്ഥിതിയെ വ്യക്തമാക്കുന്നു. ഒരു രാജ്യത്തിന്റെ ലീഡറെ കാണുമ്പോഴേ നമുക്കറിയാം ആ രാജ്യത്തിന്റെ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഒരു പ്രസിഡന്റ് നല്ല രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നല്ല രീതിയിലാണെങ്കിൽ ആ രാജ്യത്തിന് തന്നെ ഒരു ഗമയുണ്ട്. അല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇപ്പം ബൈഡന് ഡിമെൻഷ്യ ഉണ്ടായിരുന്നപ്പം അവരെല്ലാം മറച്ചു വെച്ചു. CNN എല്ലാം പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, വളരെ ഷാർപ്പാന്ന് പറഞ്ഞു. ഇപ്പം ആ CNN തന്നെ പുസ്തകം ഇറക്കിയിരിക്കുകയാണ്, ബൈഡന് യാതൊരു ഒന്നും വിവരവും ഇല്ലായിരുന്നു, മറ്റുള്ളവരെ ഭരിച്ച നമ്മൾ ഇപ്പം വലിയൊരു എക്സ്പ്ലോസീവ് ബുക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലോകരാജ്യങ്ങൾ ചെല്ലുമ്പോൾ ഇതൊക്കെ രാജ്യത്തിനാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. അത് 1513 ദ പ്രിൻസ് എന്ന പേരിൽ മാക്കിയവല്ലി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചായിരുന്നു. മുസോളിനി, ഇറ്റലിയിലെ ഭരണാധികാരിയായിരുന്ന ഡിക്റ്റേറ്ററായിരുന്ന മുസോളിനി ഈ പുസ്തകത്തോടുള്ള തന്റെ കടപ്പാട് വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ ഫാസിസം നാസിസം എന്ന് പറയുന്നതാണ്. മുസോളിനി പ്രഖ്യാപിച്ചു, ഞാനാണ് പ്രഭുവും രാജ്യവും ദൈവവും. ഹിറ്റ്ലർ ഇതിന്റെ ഒരു കോപ്പിയും സൂക്ഷിച്ചിരുന്നു. ആധുനിക സോഷ്യലിസത്തിന്റെ ഒരു വ്യക്തിയായ തത്വചിന്തയാണ് ഹേഗൽ. അപ്പൊ റഷ്യ ഈ തത്വങ്ങളുടെ പ്രതികരിച്ചാണ് കമ്മ്യൂണിസം അവിടെ നടപ്പാക്കിയത്. അപ്പൊ ഹേഗലിന്റെ ആ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണ്, സോഷ്യലിസ്റ്റ് സിസ്റ്റമാണ് ഇവിടെ അമേരിക്കയിലും പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടി അതാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാവരും സോഷ്യലിസത്തിന്റെ കോൺഗ്രസ് പാർട്ടി അവിടെ ഇന്ത്യയുടെ പേര് തന്നെ മാറ്റി സോഷ്യൽ റിപ്പബ്ലിക് എന്നാക്കി 10-30 കൊല്ലത്തിന് മുമ്പ്. ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും സോഷ്യലിസത്തിൽ വിശ്വസിക്കുകയാണ്. അരാജകത്വവും ഈ ആശയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ്. അന്തിക്രിസ്തു പുനഃത്തരിക്കപ്പെട്ട റോമാ സാമ്രാജ്യത്തിന്റെ രാജാവ് മാത്രമല്ല, സാമ്രാജ്യം കൂടിയാണ്. ആ വ്യക്തി ഒരു സാമ്രാജ്യം കൂടെ തന്നെയാണ്. ദൈവദൂഷകന്മാർ പലരും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും മൃഗത്തെ പോലെ ദൂഷണം പറയുന്നവൻ വേറെ ഇല്ല. ഇനി 11:18 വരെ വായിക്കുക. 13-11 നമ്മൾ 10 വരെയാണ് നേരത്തെ വായിച്ചത്. 11 മുതൽ 18 വരെ വായിക്കുക. അത് കള്ളപ്രവാചകനെ കുറിച്ചാണ് അവിടെ ഇരിക്കുന്നത്. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് 1-ാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ കാണുകെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ സംസാരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ. അതിന്റെ സംഖ്യ 666. താങ്ക് യു, അപ്രീഷിയേറ്റ് വെരി മച്ച്. ഇവിടെ ഇത്
ഇവിടെ 666 അന്തിക്രിസ്തുവിന്റെ പ്രതിമയുണ്ടാക്കി ആ പ്രതിമയെ കൊണ്ട് സംസാരിപ്പിക്കുകയും ഞാൻ നേരത്തെ ഒന്ന് പ്രസ്താവിച്ചതാണ്. ഒരിക്കൽ 1987 79-80s ഞാൻ വെളിപാട് ദിവസത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഈ ഭാഗം വന്നപ്പോൾ ഞാൻ അന്ന് കമന്ററിയിൽ ഒന്നും ഒരിടത്തും ഇല്ല. ഞാൻ പറഞ്ഞു ഭാവിയിൽ ഒരു യന്ത്ര മനുഷ്യനുണ്ടാക്കി ആ യന്ത്ര മനുഷ്യനെ അന്തിക്രിസ്തുവിന്റെ പ്രതിമയുണ്ടാക്കി കള്ളപ്രവാചകൻ അതായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോഴത് ദൈവം അന്വേഷിച്ച വരുന്ന ആഴ്ച ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ അതെല്ലാം അന്വർത്ഥമായിട്ട് യാഥാർത്ഥമായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് റോബോട്ട്. അപ്പം ഈ അവസാന നിമിഷത്തിലാണ്, ലോകത്തിന്റെ ചാപ്റ്ററിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ വളരെ നല്ലതായിരിക്കും. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗം സാത്താന്റെ വരുവാനിരിക്കുന്ന പ്രഭുവിനെ കുറിച്ച് വിവരിക്കുന്നു. അതിനുശേഷമുള്ള ഭാഗങ്ങൾ മൃഗത്തിന്റെ പദ്ധതിയിൽ ആവിഷ്കരിക്കുന്ന പിശാചിനാൽ പ്രചോദിക്കപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഈ വ്യക്തിയെ കള്ളപ്രവാചകൻ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ മൃഗത്തിന്റെ വലിയ ദൗത്യം ഒന്നാമത്തെ മൃഗത്തെ മഹത്വപ്പെടുത്തുക. ഇതൊരു സാത്താന്യ തത്വമാണ് യഥാർത്ഥത്തിൽ ചിന്തിച്ച. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ പിതാവ്, പുത്രൻ, ഇവര് ശാശ്, അന്തിക്രിസ്തു, കള്ളപ്രവാചകൻ, ആ സാത്താന്യ തത്വമാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നാമത്തെ മൃഗത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ്. അതിനാൽ പിശാചും മൃഗവും കള്ളപ്രവാചകനും ചേർന്നതാണ് സാത്താന്യ തത്വം. ആദ്യ മൃഗത്തിന് 10 കൊമ്പുണ്ട്, രണ്ടാമത്തേതിന് 2 കൊമ്പും. ഒന്നാമത്തെ മൃഗത്തിന്റെ 10 കൊമ്പുകൾ രാജ്യങ്ങളെ കാണിക്കുന്നു. അത് വെളിപാട് 17:12 രണ്ടാം മൃഗത്തിന്റെ 2 കൊമ്പുകൾ 2 കള്ളസാക്ഷികളെ കാണിക്കുന്നു. രണ്ടാമത്തെ മൃഗം ഒരു കുഞ്ഞാടിനെ പോലെ തോന്നിക്കുന്ന ചതിയനായ വ്യക്തിയാണ്. കുഞ്ഞാടിനെ ആരും ഭയപ്പെടുകയില്ലല്ലോ. കുഞ്ഞാട് ശാന്തവും സൗമ്യനും നിഷ്കളങ്കനും ഊനമില്ലാത്തതുമാണ് കുഞ്ഞാട്. അപ്പൊ അന്തിക്രിസ്തു വളരെ ചതിയനായിട്ട് വളരെ കുഞ്ഞാടിനെ പോലെ ആണ് വരുന്നത്. കള്ളപ്രവാചകൻ പ്രത്യക്ഷനാകുമ്പോൾ ഈ ഗുണങ്ങളോട് കൂടിയവനായിരിക്കും തോന്നും. വളരെ ഒറ്റ കാഴ്ചക്കാരൻ എത്രയോ നല്ലവനായിരിക്കുന്നു. അവനെ പോലെ ആൾക്കാരായിരുന്നേൽ അങ്ങനെ അവനെ അങ്ങ് വിശ്വസിക്കും. എന്നാൽ അത് സാത്താന്യ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യാജമാണ് അവിടെ കാണുന്നത്. രണ്ടാമത്തെ മൃഗത്തിന് കുഞ്ഞാടിനെ പോലെ കൊമ്പുകളുണ്ട്. അത് മഹാസർപ്പം പോലെ സംസാരിച്ചു. അവൻ സംസാരിക്കുമ്പോൾ പിശാചിന്റെ യഥാർത്ഥ ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. സാത്താന്റെ ഭാഷ എന്ന പ്രയോഗം സാത്താനെ പറയുന്ന ഫോഷ്കാണല്ലോ. അവിടെ പോഷ്കിന്റെ അപ്പനെന്ന് യോഹന്നാന്റെ 8:44 പറയുന്നുണ്ട്. അവിടെ കാണാം. പൗലോസ് 2 തെസ്സലോനിയർ 2:11 പറയുന്നു, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന എന്നതിന്റെ സമയം ആഗതമായിരിക്കുന്നു. അപ്പൊ മൃഗത്തിന്റെ ആകർഷണീയമായ വ്യക്തിത്വത്തിലും നൈരാതുര്യത്തിലും കള്ളപ്രവാചകന്റെ വശ്യമാർന്ന സ്വഭാവവും ആളുകളെ അവർ പറയുന്ന കൊടും നുണകൾ പോലും ഗീബിൾസ് ജർമ്മനിയിൽ ചെയ്തതുപോലെ സംഭവിക്കും. അവിടെ ഗീബിൾസ് എന്ന് പറഞ്ഞാല് ഗർബിൾസ് എന്ന് പറയും. ജർമ്മനിയില് അവിടെ ഒരു പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഹിറ്റ്ലറിന്. അവരെന്തോ പറഞ്ഞാലും ആൾക്കാർ ഏത് കാറ്റുണ്ടായാലും യഹൂദന്മാരുടെ കുറ്റം പറയും. അതുകൊണ്ട് ആൾക്കാരെ വിശ്വസിപ്പിച്ചു. ലോകത്തിലെ സർവനാശത്തിന് യഹൂദന്മാരാണ് കാരണമെന്ന് ജർമ്മൻ ജനതയെ മുഴുവൻ വിശ്വസിപ്പിച്ചെടുത്തു. അതുകൊണ്ട് അവരെ ഇങ്ങനെ കൊന്നതിന് അവർ ജസ്റ്റിഫൈ ചെയ്തു. അങ്ങനെ ഇപ്പൊ ഇവിടെ തന്നെ മീഡിയ മുഴുവൻ നോക്കി, കോർപ്പറേഷനും മീഡിയ, ന്യൂസ് മീഡിയ ഇല്ലേ. ട്രംപ് ആദ്യം 2016 കയറിയപ്പോൾ ട്രംപ് റഷ്യയുമായിട്ട് ഇല്ലീഗലായിട്ട് കൊളൂഡ് ചെയ്തെന്നും പറഞ്ഞ് ടിവിയിലും എല്ലാം വന്നു. ഭയങ്കര ബഹളം. 24 hours ട്രംപ് റഷ്യ കൊളൂഷൻ. അതെല്ലാവരും ഇവൻ റിപ്പബ്ലിക്കൻസ് വരെ പലരും വിശ്വസിച്ചു. ഒടുവിൽ അന്വേഷണം നടന്ന് അവർ തന്നെ അന്വേഷണം നടത്തി 3 കൊല്ലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് ചുമ്മാതെ പറഞ്ഞുണ്ടാക്കിയതാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇതുപോലെ ലോകത്തെ ചതിക്കുന്ന കള്ളപ്രവാചകൻ വന്ന് ഏത് കഥയുണ്ടാക്കി ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് അവനെ അന്തിക്രിസ്തുവിനെ വിശ്വസിപ്പിക്കും. കള്ളപ്രവാചകന്റെ വാക്കുകൾ എല്ലാവരും വിശ്വസിക്കും. കള്ളപ്രവാചകൻ വലിയ അത്ഭുതങ്ങളും ചെയ്യും. അവിടെ ഇപ്പം വായിച്ചായിരുന്നല്ല അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ദേവാലയത്തിൽ അന്തിക്രിസ്തുവിന്റെ പ്രതിമ വയ്ക്കും. മത്തായി 24:22 ഉണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. ദാനിയേൽ 12:1 നമ്മളത് വായിച്ചായിരുന്നു. അവനെ പ്രാർത്ഥിക്കാത്തവനെ എല്ലാവരും കൊന്നുകളയും. അന്തിക്രിസ്തുവിനെ പ്രാർത്ഥിക്കാത്തവരെ 666 ഈ നമ്പർ മർമ്മങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ഒരു പ്രഹേളികയാണ്. 13-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ യോഹന്നാൻ എഴുതുന്ന വാക്യം തന്നെ നിഗൂഢ അർത്ഥം നിറഞ്ഞതാണ്. താൻ പറയുന്നത് ഇവിടെ ജ്ഞാനം കൊണ്ടാവശ്യം, ജ്ഞാനമാണ് ഏറ്റവും ആവശ്യം. ചരിത്രത്തിലെ സകല പ്രാവചനിക എഴുത്തുകളിലും നിഴലുകളിലും സാഹിത്യ കൃതികളിലും ഈ 666 എന്ന നമ്പർ വളരെ പ്രസിദ്ധമാണ്. ഇപ്പൊ ക്രിസ്ത്യാനികൾ തന്നെയല്ല, ഹിന്ദുക്കളും മറ്റെല്ലാവരും നിരീശ്വരന്മാരും എല്ലാം 666 കോമൺ നമ്മുടെ വൊക്കാബുലറിയിലായി കഴിഞ്ഞു. നോവലുണ്ട്,
കഥകളുണ്ട്, മൂവികളുണ്ട്. 666 എന്നാൽ എന്തുവാണെന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. ഇതൊരു മർമ്മമാണ്. സമയം സമാഗതമാകുമ്പോൾ നീതിമാൻ അത് മനസ്സിലാക്കുമെന്നാണ് അവിടെ കാണുന്നത്. ദൈവത്തിന്റെ വിസ്തർ അത് എന്തിനെ കാണിക്കുന്നു എന്നും എപ്പോഴാണ് സംഭവിക്കുന്നതെന്നും മനസ്സിലാക്കുന്നത്. നമുക്കറിയാം എപ്പോഴാണ് സംഭവിക്കുന്നത്. നമ്മളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത് അജ്ഞാതമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 6 എന്ന സംഖ്യയെക്കുറിച്ച് മാത്രമേ നമുക്കറിയാവൂ. 6 എന്നത് മനുഷ്യന്റെ സംഖ്യയാണ്. അത് 7 എന്ന പൂർണ്ണസംഖ്യയ്ക്ക് പിന്നിലുള്ളതാണ്. മനുഷ്യൻ 6ാമത്തെ ദിവസം സൃഷ്ടിക്കപ്പെട്ടു. 7 പരിപൂർണതയാണ്. 666. പിന്നെ വേറൊരു സംഗതി പറയാനുള്ള, ഇതിന്റെ ഈ കാൽക്കുലേഷൻ വെച്ചിട്ട് ഈ കണക്ക് മനിപ്പുലേറ്റ് ചെയ്യാം. ഇവിടെ നമ്മളെ ഈ പ്രവചന പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരെ പെന്തക്കോസ്തിലും മുതലും കേരളത്തിൽ ഇവിടെ ഉണ്ടല്ലോ. ഓരോരുത്തരുടെ 66. സദാം ഹുസൈൻ 66 ആണ്. ഗാർബച്ചോവിന്റെ നെറ്റിക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നല്ലൊരു ഒരു നല്ല കളറുള്ള ഇതുണ്ട്, ഒരു സൈൻ ഉണ്ടായിരുന്നു. അത് മൃഗത്തിന്റെ മുദ്രയാണ്. അത് തന്നെ, ദാറ്റ്സ് റൈറ്റ്. അത് മൃഗത്തിന്റെ മുദ്രയാണ്. അന്ത്യക്രിസ്തുവാണ്. ക്ലിന്റൺ അന്ത്യക്രിസ്തുവാണ്. റേഗൻ അന്ത്യക്രിസ്തുവാണ്. എലാൻ മസ്ക് അന്ത്യക്രിസ്തുവാണ്. എൻറി കിസിഞ്ചർ അന്ത്യക്രിസ്തുവാണ്. ഇത് ചുമ്മാ വളരെ നമ്മളെ ഇപ്പൊ ആൾക്കാരെ ഇത് പേടിപ്പിച്ച് 40,000 പേര് യൂട്യൂബിൽ കേൾക്കാൻ വരുന്ന ഇതൊക്കെ സെൻസേഷനൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ല ഇവര് ഹിറ്റ്ലർ, സദാം ഹുസൈൻ ഹിറ്റ്ലർ അന്ത്യക്രിസ്തുവാന്ന് പറഞ്ഞു, മുസോളിനി അന്ത്യക്രിസ്തുവാന്ന് പറഞ്ഞു. ഇതെല്ലാം പറയുക. അതുകൊണ്ട് ഇതിലൊന്നും ചാടരുത്. നമ്മളിത് പഠിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, വരുന്ന ആഴ്ച ദൈവം അനുവദിച്ചാൽ ഇപ്പം ഇതിനോട് അനുബന്ധിച്ചുള്ള ഇപ്പോഴത്തെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ചാപ്റ്ററിലാണ് ലോകത്തിന്റെ. ഈ ഒരു ചാപ്റ്റർ എത്ര വർഷമുണ്ടെന്ന് എനിക്കറിഞ്ഞുള്ളൂ. അപ്പം നമ്മുടെ ഇതെല്ലാം ഇത് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. റാപ്ചർ ഇന്ന് വേണേ നടക്കാം. പക്ഷെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതുപോലെ നമ്മുടെ കൊച്ചുമക്കളുടെ കാലത്ത് വല്ലതും ആയിരിക്കും ഇത് കംപ്ലീറ്റ് ഇതാകാൻ പോകുന്നത്. അന്നേരം നടക്കുക. ഏത് സമയത്ത് വന്നാലും നമ്മൾ ഒഴിഞ്ഞിരിക്കുക. അതോ നമ്മൾ മരിക്കുകയാണ്, ദൈവസന്നിധിയിലായിരിക്കും. നമുക്ക് പീഡനമില്ല. അത് നമ്മൾ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അധികം സമയമില്ല. ആർക്കെങ്കിലും എന്നിൽ ചോദിക്കാനുണ്ടോ? 2-3 മിനിറ്റിനകം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഇറാഖിലെ വാർ നടന്നല്ലോ. സദാം ഹുസൈൻ ഒക്കെ അന്നല്ലേ പോയത്. അപ്പൊ ആ വാർ ഇതുമായിട്ട് എങ്ങനെ? അത് പല സംഭവങ്ങളാണ്. ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇതിപ്പോ അന്തിക്രിസ്തുവിന്റെ നിഴലുകളാണ് ഇവരെല്ലാം. ഈ കൊള്ളരാത്ത ഭരണാധികാരികളാണ് അന്തിക്രിസ്തുവിന്റെ. അയത്തുള്ള ഖൊമേനിയും സദാം ഹുസൈനും ഖദാഫി ഇവരെല്ലാം. പിന്നെ വേറൊന്ന് ഇവിടെ വായിച്ചപ്പോൾ നിങ്ങൾ വായിച്ചില്ല, അന്തിക്രിസ്തുവിന് ഒരു മുറിവേറ്റു. അത്ഭുതകരമായിട്ട്. പിന്നെ അത് അന്നേരം ആൾക്കാർ അതിനെ കുറിച്ചൊന്നും നമുക്ക് സൂക്ഷ്മം അറിഞ്ഞുകൂടെ. ഇപ്പൊ കെന്നഡിക്ക് വെടി കണ്ടപ്പോ ഓർക്കുന്നില്ല, തലച്ചോറ് മെഡില അമ്പളാങ്കേട്ട് അവിടെ ബാക്കി ഭാഗത്താണ് വെടികൊണ്ട് തലച്ചോറ് തെറിച്ചു പോയി എന്ന് പറയുന്ന പോലെ ഏകദേശം ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭവം നടന്നു. ഇപ്പോഴത്തെ ന്യൂ ടെക്നോളജി അനുസരിച്ച് സംഭവ ബ്രാക്കുലസിലായിട്ട് അന്തിക്രിസ്തു അവിടെ രക്ഷപ്പെടുമ്പം ആൾക്കാർ ഇവന്റെ ആ അപ്രമാദത്തെ കുറിച്ച് വലിയ ഡിവൈൻ ഇതാണെന്നുള്ള രീതിയിൽ അവനെ കൂടുതൽ വിശ്വസിക്കും. ആ കള്ളപ്രവാചകനെ മുതലെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അപ്പം ഈ നമ്മള് അത് മൃഗത്തിന് മുറിവേറ്റു ഇത് എന്ന് പറയുന്നത് അതൊന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ലോജിക്കൽ കൺക്ലൂഷൻ ചെയ്യാനൊക്കെ അതെങ്ങനെയായാലും നമുക്കത് പ്രശ്നമല്ല, നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ ഈ സമയത്ത് ഭൂമിയിലില്ല. നമ്മൾ ഒന്നീ മരിച്ചു പോവും, അല്ലെങ്കിൽ റാപ്ചർ വന്നാൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ 1 യോഹന്നാൻ 1:16 പറയുന്നുണ്ട്, ഇപ്പോൾ അനേക എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴിയാകുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ഇപ്പം തന്നെ ഈ അന്ത്യക്രിസ്തുക്കള് ഒരു രീതിയിൽ ലോകത്തിലുണ്ടല്ലേ? അത് ഈ യോഹന്നാൻ എഴുതുമ്പോൾ മുതലേ അന്ത്യക്രിസ്തുവിന്റെ നിഴലായിട്ടുള്ള ആൾക്കാർ എതിർക്രിസ്തുക്കളുണ്ട്. അപ്പൊ നീറോ ചക്രവർത്തിയും പിന്നെ ഇതുപോലുള്ള ക്രൂരന്മാരെല്ലാം ഉണ്ടായിരുന്നു. കാളികുള പിന്നെ അപ്പൊ ഇപ്പോഴും ഉണ്ട്. അതിപ്പോ ഈ കൂടി വന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അത് അവരുടെ എണ്ണം കൂടിയെന്ന് മാത്രമേ. ജോസഫ് സ്റ്റാലിൻ, മാവോ സേതുങ്, പോൾപോട്ട് എത്ര മില്യൺ ആൾക്കാരെയാണ് കൊന്നത് 20ാം നൂറ്റാണ്ടിൽ. 10-200 മില്യൺ സ്വന്തം ആൾക്കാരെ, റഷ്യയിലെ സ്വന്തം ആൾക്കാരെ സ്റ്റാലിൻ 200 മില്യൺ ആൾക്കാരെ കൊന്നു. ചൈനയിലെ മാവോ സേതുങ് കൾച്ചറൽ റെവല്യൂഷൻ. അപ്പൊ ഇങ്ങനെ അന്തിക്രിസ്തു 1ാം നൂറ്റാണ്ട് മുതലേ ഉണ്ട്. 1ാം നൂറ്റാണ്ട് മുതലേ പൗലോസ് വരെ റാപ്ചറിന് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അന്ന് മുതലേ പ്രതീക്ഷിച്ചിരിക്കും. ഇപ്പൊ 2000 കൊല്ലം കഴിഞ്ഞു. അപ്പം അന്ന് മുതലേ അന്തിക്രിസ്തു ഉണ്ട്, അന്ന് മുതലേ ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിപ്പോ
സണ്ണിയുടെ ലൈന് പോയി. നോക്കട്ടെ. Yeah. ഇപ്പം വന്നു. ഇപ്പൊ തിരികെ വന്നു. സണ്ണിയുടെ ലൈൻ കുറച്ച് ഫെയ്ഡായി പോയി. ഹലോ ഹലോ, പിന്നെ കേൾക്കാമോ? ഞാൻ ഇനി വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഇപ്പം കൊച്ചിയില് തൃശ്ശൂർക്കടുത്ത ചാലക്കുടി എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു എംബറർ ഇമ്മാനുവേൽ എന്നും പറഞ്ഞ ഒരാൾ വന്ന് ആൾക്കാരെ ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പൊ ഒത്തിരി പേര് അതിന്റെ പുറകെ ഉണ്ട്. എംബറർ ഇമ്മാനുവേൽ പുള്ളി മരിച്ചു പോയല്ലോ. മരിച്ചതിൽ അതിന്റെ ആൾക്കാരുണ്ട്. അതെല്ലാം മുഴുവൻ വിറ്റ് നമ്മുടെ ബസ്സുകളെല്ലാം വിറ്റ് അവിടെ അങ്ങ് പോയാൽ മതി. അത് കളത്ത് ഇവിടെ ഈ പണ്ട് ഡേവിഡ് കൊറേഷ് എന്ന് പറഞ്ഞ അമേരിക്കയിലുണ്ടായിരുന്നു. ഇങ്ങനെ ഒത്തിരി പണ്ട് മുതലേ ഇങ്ങനെ ഉള്ള ഓരോരുത്തരുടെ കളത്തുകളുണ്ട്. അവര് പണ്ട് മുതലേ ഇങ്ങനെ അപ്പൊ ഇതുപോലെ അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അവർക്കുള്ളത്. അപ്പൊ ആ എംബർമാരുടെ കേരളത്തിൽ പണ്ടില്ലായിരുന്നു. ഇപ്പളാ അത് ഒത്തിരി പേര് ഇപ്പൊ വസ്തു എല്ലാം വിറ്റ് അയാളുടെ അവിടെ ആ കോംപ്ലക്സിനകത്ത് വീടും ഒക്കെ വാങ്ങിച്ച് പൈസ എല്ലാം അയച്ചു കൊടുത്ത് അവരതിനകത്ത് താമസമുണ്ട്. അതുപോലെ കേരളത്തിൽ പലയിടത്തും ഉണ്ട്. കോയമ്പത്തൂരുണ്ട്. പക്ഷെ അവിടെ ഒരിക്കൽ കയറിയാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റുകയില്ല. അത് ഞാൻ ഒത്തിരി വീഡിയോ അതിന്റെ യൂട്യൂബ് കണ്ടിട്ടുണ്ട് എംബറർ ഇമ്മാനുവേൽ. അതുപോലെ ഇത് അമേരിക്കയിലൊക്കെ പണ്ട് പോലെ ധാരാളം ഉണ്ട്. ലോകത്ത് ജർമ്മനിയിലും അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. അതുപോലെ അന്തിക്രിസ്തുവിന്റെ അവസാന കാലത്തെ ആത്മാവിന്റെ ഒരു അതിപ്രസരം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ വെള്ളിയാഴ്ച കാണാം.